മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിങ്ങിൻ്റെ ചരിത്രത്തിന്. ഇവിടെ ചിലർ വാഴും, ചിലർ വീഴും. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രൻ മുതൽ രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് വരെ തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത ഒരു രഹസ്യമുണ്ട്, ഗാംബ്ലിങ്ങിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട്. അവരെല്ലാം വിശ്വസിക്കുന്നത് ലക്കിലാണ്. ദിസ് ഈസ് പ്യുവർ അൽഗോരിതം. മലയാള സിനിമയുടെ മാറിയ അൽഗോരിതത്തിലേക്ക് 3 വർഷത്തിന് ശേഷം ഗംഭീര തിരിച്ചുവരവിന് ദുൽഖർ എത്തുകയാണ്. തൻ്റെ ഭാഗ്യ പരീക്ഷണത്തിനായി ഒരു പരീക്ഷണ ചിത്രവുമായി. ഗാംബ്ലിങ്ങും സ്പോർട്സ് ബെറ്റിങ്ങും എല്ലാമായി മലയാളത്തിനത്ര പരിചിതമല്ലാത്ത സെറ്റിങ്ങുമായാണ് ആ വരവ്. ഓണത്തിന് സമകാലികരോടൊപ്പം ക്ലാഷിനെത്തുമ്പോൾ ആ പരീക്ഷണം എത്ര കണ്ട് വിജയം കാണുമെന്ന ചോദ്യമുണ്ട്. പൃഥ്വിരാജിനെ നായകനാക്കി ഒരു മാസ് ആക്ഷൻ സിനിമയുമായി വൈശാഖും, റോംകോമുമായി നിവിനും ഗിരീഷ് ഷെഡിയും. ഇതിനിടയിലേക്കാണ് തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയുമായി DQവിൻ്റെ ഗ്രാൻഡ് എൻട്രി. 3 വർഷമായി ലീഡ് റോളിൽ ദുൽഖറിനെ മലയാള സിനിമ കണ്ടിട്ട്. ഇതിന് മുന്നേ എത്തിയ 2 സിനിമകളും തമിഴിലും തെലുങ്കിലുമായിരുന്നു. ഇനി വരാനിരിക്കുന്ന 2 എണ്ണവും തെലുങ്കിൽ തന്നെ. ഇതിനിടയിൽ ഓണം ക്ലാഷിന് ഒരു ആക്ഷൻ ത്രില്ലറുമായി അയാൾ എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. കിങ് ഓഫ് കൊത്ത നൽകിയ പരാജയത്തെ മറികടക്കുകയെന്ന ലക്ഷ്യം മുന്നിലുണ്ട്. ഒപ്പം വൻ ഹൈപ്പിലെത്തുന്ന 2 സിനിമകളേക്കാൾ പോസിറ്റീവ് നേടണമെന്ന ഫാക്ടറും. അയാം ഗെയിമിൻ്റെ ട്രെയിലർ എത്തിയപ്പോൾ അതിൽ സംശയം പ്രകടിപ്പിച്ചവരും സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന ഫ്രഷ് പ്ലോട്ടിൽ സന്തുഷ്ടരായവരുമുണ്ട്. സ്പോർട്സ് ബെറ്റിങ്ങിൻ്റെ കഥ മലയാളത്തിൽ നമ്മൾ അത്രയങ്ങ് കണ്ടിട്ടുള്ളതല്ല. തീരെ പേടിയില്ലാത്തൊരു ഗാംബ്ലർ. ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഭാഗ്യത്തെ അയാൾ വിശ്വസിക്കുന്നു. അയാളുടെ കയ്യിലാണ് ഭാഗ്യമെന്ന് കരുതുന്നു. അതിനിടയിൽ നായകൻ അൺഎക്സ്പെക്റ്റഡായി പെട്ടുപോകുന്ന ഇവൻറ്റുകളാണ് സിനിമ. സർപ്രൈസുകളും ആക്ഷൻ മൊമെൻസുകളും എല്ലാം ഉള്ള ഒരു പാക്ഡ് ത്രില്ലർ ആകുമെന്ന് കരുതാം. താനിപ്പോൾ ഒരു പ്രവാസി മലയാളിയെ പോലെയാണെന്ന് ഒരിക്കൽ DQ തന്നെയാണ് പറഞ്ഞത്. 3 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം അയാൾ നാട്ടിലെത്തുന്നത് ഗംഭീര കാസ്റ്റും ക്രൂവുമായാണ്. വേഫറിൻ്റെ ബാനറിൽ സ്വന്തം പ്രൊഡക്ഷനിലെത്തുന്ന സിനിമ. RDX എന്ന ഗംഭീര ഹിറ്റിന് ശേഷം നഹാസ് ഹിദായത്ത് എന്ന സംവിധായകൻ്റെ സിനിമ. എഡിറ്റിംഗ് ചമൻ ചാക്കോ, പ്രൊഡക്ഷൻ ഡിസൈൻ അജയൻ ചാലിശ്ശേരി, അൻബറിവിൻ്റെ ആക്ഷൻ കൊറിയോ, ജെയ്ക്സിൻ്റെ മ്യൂസിക്, ജിംഷി ഖാലിദിൻ്റെ വിഷ്വൽസ്. അങ്ങനെ എല്ലാ മേഖലയിലും ടോപ്പ് നോച്ച് ക്രൂ. ആന്റണി വർഗീസ് പെപ്പെ, കദിർ, വിനയ് ഫോർട്ട്, മിഷ്കിൻ, കൈഡു ലോഹർ, അങ്ങനെ ഗംഭീര കാസ്റ്റിങ്ങും. മോളിവുഡിൻ്റെ കുഞ്ഞിക്ക മലയാളിക്ക് ഓണത്തിനൊരുക്കുന്ന വിരുന്നിൽ എല്ലാം പെർഫെക്റ്റ് ആണ്. നേരത്തെ ലക്കി ഭാസ്കറിൻ്റെ ഇവൻറ്റിനായി കൊച്ചിയിലെത്തിയപ്പോൾ DQ പറഞ്ഞ വാക്കുകളുണ്ട്: എൻ്റെ നാട്, എൻ്റെ വീട്, എൻ്റെ ആളുകൾ, എൻ്റെ ഫാമിലി. മലയാളത്തിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുന്നതല്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സിനിമ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നോട് അല്ലെങ്കിൽ എൻ്റെ കരിയറിനോട് ചെയ്യുന്ന ഒരു നന്ദികേടായിരിക്കും അതെന്ന്. അന്ന് 3 മലയാള സിനിമകൾ അനൗൺസ് ചെയ്തുകൊണ്ട് കൂടിയാണ് ദുൽഖർ വേദി വിട്ടത്. ഇതിലൊന്നായിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്ന അയാം ഗെയിം. സൗബിൻ ഷാഹിറിനോടൊപ്പമുള്ളതും മറ്റൊരു പുതുമുഖ സംവിധായകൻ്റെ സിനിമയും DQ അന്ന് അനൗൺസ് ചെയ്തു. ഇതിനിടെ ലോക്കയിലെ കാമിയോ റോളിലൂടെ ചാർലിയായി ഒടിയനായെത്തി മലയാളികൾക്കൊരു ട്രീറ്റും DQ തന്നു. തെലുങ്കിലെത്തിയ ലക്കി ഭാസ്കറും തമിഴിലെത്തിയ കാന്തയും ഹിറ്റുകളായി. ലക്കി ഭാസ്കർ DQവിൻ്റെ കരിയറിലെ തന്നെ ആദ്യ 100 കോടിയായാണ് മാറിയത്. അയാം ഗെയിമിന് ശേഷം എത്തുന്ന 2 സിനിമയും തെലുങ്കിലാണ്. ആകാശംലോ ഒക്കതാര, ശ്രീ ശ്രീ എന്നീ സിനിമകളാണിവ. ഇതിന് ശേഷമാകും ഒരുപക്ഷെ സൗബിനൊപ്പമുള്ള ചിത്രം. അതേസമയം റെഡിറ്റിലും ട്വിറ്ററിലുമെല്ലാം കുറേ നാൾ മുന്നേ വലിയ രീതിയിൽ പ്രചരിച്ച കഥ തന്നെയാണ് സിനിമയുടേതെന്ന പറച്ചിലുമുണ്ട്. ട്രെയിലർ ഗംഭീര മേക്കിംഗ് കൊണ്ട് ഞെട്ടിക്കുകയും ചെയ്തു. ഓണം റിലീസുകളിലെ മറ്റ് 2 നായകന്മാരും ആ ട്രെയിലറിനെ പ്രശംസിച്ച് രംഗത്തെത്തിയത് മോളിവുഡ് താരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കൂടി തുറന്നു കാട്ടുന്നു. ഇനി അധിക ദിവസങ്ങളില്ല. ദുൽഖർ, നിവിൻ, പൃഥ്വി ത്രയം വിജയം കാണട്ടെ. 3 സിനിമകളും മികച്ചതാകട്ടെ. ഓണ സീസൺ റെക്കോർഡുകളുടെ കലവറയായി മാറട്ടെ.